തിരുവനന്തപുരത്തെ മുൻ മേയർ ആര്യ രാജേന്ദ്രന് അധികാരത്തിന്റെ ഹുങ്കും അധികാരത്തിൽ എത്രത്തോളം സ്വാധീനവും ഉണ്ടെന്ന് ഈ ബസ് തടഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കിയിരുന്നു. കുറ്റപത്രത്തിൽ നിന്ന് പോലും ആ ആര്യ രാജേന്ദ്രനും ഭർത്താവായ MLA സച്ചിൻ ദേവും പേര് ഒഴിവാക്കിയിരുന്നു. അതിനെതിരെ അന്നത്തെ ഡ്രൈവർ യദു കോടതിയിൽ പോയിരുന്നു. കോടതി ഇപ്പോൾ ഈ രണ്ട് അധികാര കേന്ദ്രങ്ങൾക്കും നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ആ കേസ് മുന്നോട്ട് പോകുമോ? തീർച്ചയായിട്ടും ആ കേസ് മുന്നോട്ട് പോകും. കാരണം അന്ന് പേരൊഴിവാക്കിയത് തികച്ചും സർക്കാരിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ചെയ്ത ഒരു പ്രവൃത്തിയാണെന്ന് അന്ന് തന്നെ നമുക്ക് പലർക്കും പിന്നെ പത്രവാർത്തകളിൽ നിന്നും പല പൊതുപ്രവർത്തകരിൽ നിന്നുമുള്ള നിരീക്ഷണങ്ങളിൽ തന്നെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ എളുപ്പത്തിൽ പേരൊഴിവാക്കി പോകാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും അധികാരത്തിൻ്റെ തണലിൽ നടത്തിയ ഈ ഒഴിവാക്കൽ കോടതി ഇപ്പോൾ വീണ്ടും പരിശോധിക്കുന്ന സാഹചര്യം വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അല്ല, അങ്ങനെ ഉള്ള നീക്കങ്ങൾ കൊണ്ടാണല്ലോ അധികാരം നഷ്ടമായത്. ഇങ്ങനെ ഇപ്പം ആര്യ രാജേന്ദ്രൻ ഒരു സിമ്പൽ മാത്രമാണ്. ഇതുപോലത്തെ ആയിരക്കണക്കിന് ആര്യ രാജേന്ദ്രന്മാർ കേരളത്തിൽ പലയിടത്ത് അഴിഞ്ഞാടിയത് കൊണ്ടാണ് ഈ ജനങ്ങൾ ഇങ്ങനെ തിരിച്ചു വോട്ട് ചെയ്തത്. ഇവിടെ ആര്യ രാജേന്ദ്രൻ തുടങ്ങി അപ്പുറത്ത് അങ്ങേയറ്റത്ത് PP ദിവ്യ വരെ, ഒരു ADM വരെ കശക്കി എറിയുന്നത് നമ്മൾ TV അവർ തന്നെ പ്രക്ഷോഭം ചെയ്തില്ലേ? അവർ തന്നെ പ്രക്ഷോഭണം ചെയ്ത് ഷൂട്ട് ചെയ്ത് അവർ തന്നെ അവരുടെ പ്രതിക്കൂട്ടിലാക്കുന്ന സാധനം നമുക്ക് എല്ലാവർക്കും ഇട്ടു തന്നില്ലേ? കോടതിയുടെ പ്രതിക്കൂട്ടിൽ വരുന്നതിനേക്കാൾ പ്രധാനം ജനങ്ങളുടെ പ്രതിക്കൂട്ടിൽ അവർ വരാൻ കാരണം അതാണ്. അവർ തന്നെ വീഡിയോ എടുത്തിട്ടതാണ്. അപ്പം അതിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഇത് ഒരു ആര്യ രാജേന്ദ്രനും ഒരു BP ദിവ്യോ അല്ല. ഇതുപോലെ നൂറുകണക്കിന് പഞ്ചായത്തിലെയും നഗരസഭയിലെയും ഗ്രാമസഭയിലെയും കൗൺസിലർമാരും പ്രവർത്തകരും ജനങ്ങൾക്ക് മേൽ കുതിര കയറുകയും അഴിഞ്ഞാടുകയും ചെയ്തുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ്റെ ഒരു സംഭവം അല്ലെങ്കിൽ BP ദിവ്യയുടെ ഒരു സംഭവം കാണുമ്പോൾ ജനം കാണുന്നത് അവരെ മാത്രമല്ല. ഇന്നലെ ഞാൻ ചെന്നപ്പം എൻ്റെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പറോ ഇതുപോലല്ലേ കാണിച്ചേ, അല്ലെങ്കിൽ കൗൺസിലറോ ഇതുപോലല്ലേ എന്നെ തെറി പറഞ്ഞത്, അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ എന്നെ അവിടുന്ന് ഇറക്കി വിട്ടത് ഇതേ രീതിയിലല്ലേ എന്ന് ജനത്തിന്റെ മനസ്സിലിരിക്കുന്നത് 2020 മുതൽ 25 വരെ പുകഞ്ഞുകൊണ്ടിരുന്നതാണ് 2025 ഡിസംബർ 9-നും 15-നുമായിട്ട് വോട്ട് ചെയ്ത് തീർത്തത്. ഇത്തരം ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും 40 വർഷമായി തിരുവനന്തപുരത്ത് ഭരണത്തിലിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വലിയ രീതിയിൽ തകർച്ചയിലേക്ക് കൊണ്ടെത്തിക്കാൻ ആര്യ രാജേന്ദ്രന്റെ സംഭാവന ചെറുതല്ല. കാരണം ഇവിടെ MP പത്മനാഭൻ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാലം അല്ലേ മേയറായിരുന്ന ആള്. പ്രധാന ഒരു CPM നേതാവാണ് അദ്ദേഹം. CI2ന്റെ വരെ നേതാവാണെന്ന് പറയുമെങ്കിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റം വളരെ മാന്യമായതായിരുന്നു. ഞാൻ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പല പരാതികൾക്കും കൊടുക്കാനും ഒക്കെ നിന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ മാന്യമായിരുന്നു. ഈ ആര്യ രാജേന്ദ്രന് തൊട്ട് മുമ്പ് വരെ ഇരുന്ന പ്രശാന്ത് ആവട്ടെ, ശ്രീകുമാർ ആവട്ടെ, ഇവരൊക്കെ മാന്യമായി പെരുമാറുന്നവരായിരുന്നു. അവരുടെ പെരുമാറ്റം ഒരു മേയറാണെന്നുള്ള രീതിയിലല്ല, നമ്മുടെ ഒരു അടുപ്പക്കാരനുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന രീതിയിലാണ് അവരുടെയൊക്കെ പെരുമാറ്റം വന്നിട്ടുള്ളത്. ഞാൻ ഈ കാലഘട്ടത്തിലെല്ലാം പൊതുപ്രവർത്തന രംഗത്ത് നിന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്കറിയാം ഇവരുടെ എല്ലാവരുടെയും മുമ്പിൽ ശ്രീ MP പത്മനാഭൻ മേയറായിരുന്നപ്പോൾ മുതൽ ശിവൻകുട്ടി, ഇന്നലെ കഴിഞ്ഞ കാലത്തെ മേയറായിരുന്ന പ്രശാന്ത്, ശ്രീകുമാർ വരെ ഉള്ളവരുടെ അടുത്ത് പോയി പല കാര്യങ്ങളും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ ആര്യ രാജേന്ദ്രൻ ഒഴിച്ച് ബാക്കി എല്ലാ മേയർമാരും വളരെ പക്വതയോടുകൂടിയാണ് ജനങ്ങളെ അഭിമുഖീകരിച്ചിട്ടുള്ളതാണ്. ആ ജനങ്ങളോട് പെരുമാറുന്ന രീതിയിൽ വന്ന മാറ്റം വലിയൊരു മാറ്റം തന്നെയാണ്. അതൊരു വലിയ ഘടകമാണ് ഇവിടുത്തെ പരാജയം. ഈ ഇത്തരത്തിലൊരു അമ്പേ പരാജയം 51-ൽ നിന്ന് 29-ലേക്കുള്ള ഒരു പുറകോട്ട് പോക്ക് ഇത് ഇത്രയും കൊണ്ട് നിൽക്കില്ലായിരുന്നു. ഇത് UDF ചിലയിടത്തൊക്കെ നല്ല ശക്തിയിൽ വോട്ട് പിടിച്ചുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇത് 10-20 സീറ്റിൽ ചുരുങ്ങിപ്പോയനെ. BJP പറഞ്ഞ ഒരു 60-ൽ അവർ കൊണ്ട് നിർത്തിയനെ. ഒരു 10 സീറ്റിലെങ്കിലും BJPയുടെ 7 സീറ്റ് നഷ്ടമായിട്ടുണ്ട്. BJP കഴിഞ്ഞ തവണ വിജയിച്ച 7 സീറ്റുകളിൽ പരാജയപ്പെട്ട് സംഭവിച്ചു. അതിന് പകരം അവർ വേറെ ചിലത് കവർ ചെയ്തുകൊണ്ടാണ്. ഞാനത് പറഞ്ഞില്ലേ, 10ഓളം സീറ്റുകൾ അവർക്ക് പോകാൻ സാധ്യതയുണ്ടായിരുന്നു BJPക്ക്. എന്നാൽ അവർക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ചില സീറ്റുകൾ പോവുകയും ചെയ്തു. ഉദാഹരണത്തിന് കരിക്കം പോലുള്ള വാർഡുകൾ, ചെല്ലമംഗലം പോലുള്ള വാർഡുകളൊക്കെ അവർക്ക് അവരുടെ ശക്തി ദുർഗമായിരുന്നു. അവിടെ ചിലത് പോകാൻ കാരണം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അവിടെ UDF ദുർബലമായി പ്രവർത്തിച്ചു, അല്ലെങ്കിൽ എന്നിട്ട് വോട്ട് മറിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ അവിടെ ശക്തമായി കോൺഗ്രസ് അവർക്ക് പിടിക്കാനുള്ള മുഴുവൻ വോട്ടും പിടിച്ചപ്പോൾ CPMന്റെ വോട്ടുകൾ അല്പം മേൽക്കോമി വന്നുകൊണ്ടാണ് ഈ 29 സീറ്റ് കിട്ടിയത്. എങ്കിൽ 20 സീറ്റിലേക്ക് അവർ തരം താഴ്ന്നു പോയേനെ. അത് വലിയ നാണക്കേടിലേക്ക് വന്നേനെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസ് ആണ് CPMനെ ചിലയിടത്ത് രക്ഷിച്ചതെന്ന് വേണമെങ്കിൽ പറയാം.
അല്ലെങ്കിൽ ഇതിനേക്കാൾ മോശമായിരുന്നു ചിത്രം. പക്ഷെ എന്നിട്ടും ഈ ആര്യ രാജേന്ദ്രനെയും ഒക്കെ പൊതിയാനാണ് അവർ ശ്രമിക്കുന്നത്. ആര്യ രാജേന്ദ്രൻ മാത്രമല്ല, ഇപ്പോൾ പത്മകുമാറിൻ്റെ കേസ് അറിയാമല്ലോ. പത്മകുമാർ ആവട്ടെ, വാസു ആവട്ടെ, ഇവരെയൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അപ്പോഴേ നടപടി എടുക്കേണ്ടതാണ്. പാർട്ടി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അമിതമായ വിജയപ്രതീക്ഷയാണ് പരാജയത്തിന് കാരണം. പാർട്ടി അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു രീതി എന്നറിയാം, അവർ വെളിയിൽ പറയുന്നതല്ല, അകത്ത് പറയുക. ആത്മകഥം എന്ന് പറഞ്ഞതാണ് യഥാർത്ഥ പാർട്ടിയുടെ റിപ്പോർട്ടെന്ന് പറയുന്നത്. അത് അവർ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യും. എന്തുകൊണ്ട് പൊട്ടി, ആര്യ എത്ര വോട്ട് കളഞ്ഞു, പി ദിവ്യ എത്ര വോട്ട് കളഞ്ഞു, പത്മകുമാർ എത്ര വോട്ട് കളഞ്ഞു, വാസു എത്ര വോട്ട് കളഞ്ഞു, ഇനി സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന കടകംപള്ളിയും വാസവനും വരെ എത്ര വോട്ട് കളഞ്ഞു, ഇതിലേക്കാൾ കൂടുതൽ ഇവരൊക്കെ പ്രതിയായിരുന്നെങ്കിൽ പോകുമായിരുന്നില്ല. ഇങ്ങനെയുള്ള കറക്റ്റ് അസസ്മെന്റ് ആന്തരികമായി നടത്തും. പക്ഷെ പുറമെ പറയുന്നത് ആര്യ രാജേന്ദ്രൻ തങ്ക കമ്പിയായിരുന്നു, ഞങ്ങൾക്ക് അവരൊരു പ്രശ്നമല്ല, ഇനിയും ഞങ്ങൾ അവരെ തന്നെ നിർത്തുമെന്ന് പറയും. പക്ഷെ അതുകൊണ്ട് എന്തൊരു തന്നെ കുറേ വോട്ടും കൂടെ പോകും, അത് വേറെ കാര്യം. ഈ ഭാഗം ചിലരിത് വിശ്വസിച്ചു പോകും. പക്ഷെ ഇത് ശരിക്ക് ഇവരിതല്ല ഉദ്ദേശിക്കുന്നത്. ഇവരിത് സഖാവിനെ രക്ഷിക്കാനായിട്ട് ചുമ്മാ പുറമെ പറയുന്നതാണ്, എന്നിട്ട് അകത്തിട്ട് അടി കൊടുക്കുകയും ചെയ്യും. പക്ഷെ ഇതിൻ്റെ എഫക്റ്റ് എന്ത് പറ്റുന്നറിയാമോ? ഇപ്പം പറഞ്ഞതാരാ? പറഞ്ഞത് പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷാണ്. അപ്പം ജനം വിചാരിക്കും അത് ശരിയാണ്, അപ്പം ഇവർ വീണ്ടും ആര്യ രാജേന്ദ്രനെ കൊണ്ട് എന്നാ ഒരു പണി കൂടെ കൊടുത്തേക്കാന്ന് കൊടുത്തു കളയും. അതാണ് പ്രശ്നം. പക്ഷെ ഉള്ളിലെ അനലൈസിസ് കറക്റ്റ് ആയിരിക്കും. ഉള്ളിൽ അവർക്കറിയാം ഭരണവിരുദ്ധ വികാരം വലിയ പ്രധാനമാണ്, ധാർഷ്ട്യം വലിയ പ്രധാനമാണ്, ധൂർത്ത് വലിയ പ്രധാനമാണ്, TV ചാനലിലൂടെ വന്നടിക്കുന്ന ഭോഷ്ക്ക് ഭയങ്കര പ്രധാനമാണ്, മനുഷ്യനെ ഊളനാക്കുന്ന വടിയാക്കുന്ന പരിപാടികളൊക്കെ നടത്തുന്നത് ജനത്തിന് കാർക്കിച്ച് തുപ്പാൻ തോന്നുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് അവർക്കറിയാം. അത് അസസ് ചെയ്തിട്ടുണ്ട് അവർ. പക്ഷെ അസസ്മെന്റ് പുറത്തു പറയില്ല. അതിന് പകരം പറയുന്നത് ഇങ്ങനെ ഭൂകമ്പം ഉണ്ടായതുകൊണ്ട് കുറച്ച് വോട്ട് പോയി, അല്ലെങ്കിൽ LDFന്റെ സ്ഥാനാർത്ഥികൾ മികച്ചതായിരിക്കുകയും മറ്റു ചില തല്ലിപ്പൊളി സ്ഥാനാർത്ഥികൾ അപ്പുറത്ത് വന്നുകൊണ്ട് അവർക്ക് വോട്ട് പോവുകയും ചെയ്തുകൊണ്ടാണെന്നൊക്കെ പറയും. നമുക്കിത് കേട്ടാൽ പിടികിട്ടില്ല. ഇതെന്താ ഈ പറയുന്നത്? നല്ല സ്ഥാനാർത്ഥി വോട്ട് ചെയ്താൽ മോശം വോട്ട് ചെയ്യുന്നതാണോ ജനത്തിനെ കുറിച്ച് പറയുന്നതെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അവരുടെ ഉള്ളിലെ കണക്കുകൂട്ടൽ കറക്റ്റ് ആയിരിക്കും. നമ്മുടെ ചില മോശം സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നുകൊണ്ടാണെന്നുള്ളത് അവരകത്ത് AK സെൻറ്ററിലെ ഫയൽ എടുക്കുമ്പോൾ അറിയാം. അതിൽ കറക്റ്റായിട്ട് പറയും. അതിൽ ഈ പറഞ്ഞ കണക്കുകളൊക്കെ അവർ കറക്റ്റായിട്ട് നോക്കും. ഇനി അവർ കുറേ തിരുത്തിക്കൊണ്ട് തന്നെ വരും. നിങ്ങൾ നോക്കിയോ, 26 സ്ഥാനാർത്ഥികൾ നോക്കിയോ, 2026 2 മാസത്തിനകം ഇപ്പം സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമല്ലോ. ആ സ്ഥാനാർത്ഥി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായതും കുറെ കൂടെ മുഖം മിനുക്കിയതുമായിരിക്കും വരുന്നത്. ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ മത്സരിക്കുമെന്നും പറയുന്നുണ്ടല്ലോ. അത് മത്സരിച്ചാലും നാട് വിട്ടുമല്ലായിരിക്കും. ഈ ഏരിയയിലെങ്കിലും മത്സരിക്കില്ല, തിരുവനന്തപുരം ഏരിയയിലെങ്കിലും മത്സരിക്കില്ല. ചിലപ്പോൾ കോഴിക്കോടോ നാദാപുരത്തൊക്കെ ചിലപ്പോൾ അവിടെ ആൾക്കാർക്ക് ഇത്രയും അറിയാത്തടത്ത് കൊണ്ട് ചിലപ്പോൾ മത്സരിച്ചില്ല. അവർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്, കണ്ണൂർ വരെ കൊണ്ടുപോയി മത്സരിപ്പിക്കാം. അതിനൊക്കെയുള്ള എന്നിട്ട് പറയുകയും ചെയ്ത് ഞങ്ങൾ ജയിച്ചെന്ന്. അപ്പം അയ്യപ്പൻ്റെ കാടിരിക്കുന്ന ഭാഗത്ത് കാട്ടുനായകന്മാർ വോട്ട് ചെയ്തപ്പോൾ ഞങ്ങളാണ് ജയിച്ചതെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് അയ്യപ്പൻ്റെ പേരിൽ ഞങ്ങൾ ചെയ്തത് ജനം തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞില്ലേ? ഇതുപോലെയാണ് അവരുടെ പല. പന്തളം വിജയിച്ചു, പന്തളത്ത് വിജയിച്ചു, അയ്യപ്പൻ ഞങ്ങളോടൊപ്പം. അതിൻ്റെ താഴത്തെ വാർഡ് ഞങ്ങളാണ് പിടിച്ചത്. അവിടെ ഈ കാണിക്കാരും നായകന്മാരും ഒക്കെ ഉള്ളിടത്ത് അവർക്ക് ചിലപ്പം ഇതെന്താണെന്ന് പിടികിട്ടി കാണില്ല. അവിടെ ജയിച്ചിട്ടുണ്ടാവും. അവിടുത്തെ വിഷയങ്ങൾ വേറെയാണ്. അവർക്ക് അയ്യപ്പൻ അല്ല. അത് CPM കണ്ട് മറ്റു പാർട്ടികൾ പഠിക്കണം അല്ലേ? ഈ ഇത്തവണ തിരുവനന്തപുരത്ത് അവർ തോറ്റിട്ടില്ല. കാരണം അവർക്ക് വോട്ട് ശതമാനത്തിൽ അവരാണ് മുന്നിൽ നിൽക്കുന്നത്, 1ാം സ്ഥാനം. അതുകൊണ്ടാണല്ലോ നമ്മുടെ സീറ്റിലെ BJP വന്നോളൂ. അതുകൊണ്ടാണ് ശ്രീനിവാസന്റെ കഥാപാത്രമായ നമ്മുടെ ശങ്കരാടി വിലസാങ്കാര്യം. ശങ്കരാടി ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ആ സിനിമ ഇറങ്ങിയ 1990-കളിലും ഇന്നും മാർക്സിസ്റ്റ് പാർട്ടി ഇത് തന്നെ അടിക്കുന്നു. അന്ന് പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണനാണെങ്കിൽ ഇന്ന് പറഞ്ഞത് ഗോവിന്ദ മാഷാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇതാണ് ശങ്കരാടിയുടെ എന്താ മാഷ കഥാപാത്രം ഉണ്ടല്ലോ, സന്ദേശത്തിലെ കഥാപാത്രം പോലെയാണ്. അപ്പം അതിനകത്ത് അതിപ്പോ പറയുകയാണ്, സീറ്റിന്റെ കണക്കിനെ കുറിച്ച് പറയുന്നില്ലേ, വോട്ട് ശതമാനത്തിൽ ഞങ്ങളാണ് ഒന്നാമത്. അത് പ്രതിലോമ ശക്തികളും വിഘടനവാദികളും തമ്മിലുള്ള പ്രതിക്രിയാ പ്രവർത്തനത്തിന്റെ ഫലമായി ഭൂഷ്വാസികൾ തക്കം പാത്തിരുന്നവർ രംഗത്ത് വരികയും അവർ നടത്തിയ സാമ്രാജ്യത്വ വിരുദ്ധ നടപടികളുടെ ഭാഗമായിട്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നത് നീണ്ടു പോകും, ആർക്കും പിടികിട്ടില്ല. അപ്പം അത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അതുകൊണ്ട് ഇത് കണ്ടുപിടിക്കരുത്. കണ്ടുപിടിച്ചാൽ ചിലപ്പം മറ്റുള്ളവർക്ക് അബദ്ധം പറ്റും. അല്ല, പക്ഷെ ഇത് അണികളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അണികളെ പറഞ്ഞു പഠിപ്പിക്കാം. അണികൾ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക അണികളാണ്.
ഇപ്പോൾ നമ്മളിപ്പോൾ സമയം നോക്കിയാൽ ഇപ്പം നമ്മൾ 2 മണിക്കാണ് ഇരിക്കുന്നത്. ഇപ്പം പിന്നെ രാത്രി 12 മണിയാണ്. കുറ്റാക്കൂരിട്ടാണെന്ന് പറഞ്ഞാൽ സഖാക്കളെല്ലാം കൂടെ കണ്ണും തിരിഞ്ഞു അതെ കുറ്റാക്കൂരിട്ടാണ്. അതിപ്പോൾ നമ്മൾ പറയും അല്ലല്ലോ സഖാവ് ഇത് പകലല്ലേ നല്ല വെളിച്ചം കാണുന്നല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അടിയും കിട്ടും. അനാവശ്യം പറയുന്നടാ. നിന്റെ തലതിരിഞ്ഞിരിക്കുന്ന കണ്ണും വെച്ച് നീ നോക്കി ഇപ്പം രാത്രി എല്ലാം നിന്ന് സ്ഥാപിക്കാൻ നോക്കുന്ന. അപ്പം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അടി കിട്ടും. അവർ രാത്രി എന്ന് പറഞ്ഞാൽ രാത്രിയാണ്, പകലെന്ന് പറഞ്ഞാൽ പകലുമാണ്. അപ്പം രാത്രിയെ പകലാക്കാനും പകലിനെ രാത്രിയാക്കാനും കള്ളനെ വെളുപ്പിക്കാനും പിന്നെ സത്യസന്ധനെ കള്ളനാക്കാനും ഒക്കെ അവർക്ക് വലിയ മിടുക്കുണ്ട്. അതാണ് പീഡനങ്ങൾ പറയുന്നത് കേട്ടില്ലേ, സോഫ്റ്റ് പീഡനവും അല്ലാത്ത പീഡനവും. ഇങ്ങനെയൊക്കെയുള്ള ഡെഫിനിഷൻ ലോകത്ത് ആരും നടത്തിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു രാജ്യത്തും പീഡനമായിട്ട് തന്നെയാണ് അത് കണക്ക് കൂട്ടുക. ആ പീഡനത്തിൽ സോഫ്റ്റും ഹാർഡും വരുന്നത് എങ്ങനെയാണെന്ന് CPM-ന്റെ ഗവേഷണത്തിൽ മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഈ കമ്മ്യൂണിസത്തിൻ്റെ ചില ഹാസ്യ സിനിമകളും ട്രോളുകളും ഒക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നത്. പക്ഷേ ഇത് അന്ധമായി വിശ്വസിക്കുന്ന കുറേ പേരെ ഇവിടെ അവർ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ മിടുക്ക്. അത് കാണാപ്പാഠം പഠിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗമാണ്. കാരണം ക്യാപ്സൂൾ കിട്ടിയില്ല നമുക്ക് പറ്റില്ല. ഈ ക്യാപ്സൂൾ വെച്ച് ഞാൻ ചില ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്. പനി തലവേദന എന്ന് പറഞ്ഞാൽ ഉടനെ ഒരു ഡയറക്ടറി എടുക്കും, എന്നിട്ട് മറിച്ച് നോക്കും. പനി തലവേദന ഉടനെ 2 മരുന്ന് എഴുതി തരും. വയറ്റുവേദന എന്ന് പറഞ്ഞാൽ ഉടനെ എഴുതി തരും. ഇങ്ങനെ പഠിച്ച ഒരുപാട് പേരുണ്ട്. ഇങ്ങനത്തെ ഡോക്ടർമാർ ഒത്തിരി ഉണ്ട്, ഇങ്ങനത്തെ എഞ്ചിനീയർമാർ ഒത്തിരി ഉണ്ട് കേരളത്തിൽ. അവരാണ് ഈ പാലം പണി ചെയ്യുമ്പം തകർക്കുന്നതും കത്രിക അകത്തിട്ടിട്ട് ഇങ്ങനെ വരുന്നത്. ഈ പകുതിയെ പഠിക്കുള്ളൂ, കാരണം ഇത് കാണാതല്ലേ പഠിക്കുന്നത്. പകുതിയെ ഇത് തലേ കയറുള്ളൂ. അപ്പോൾ ഈ പത്മവ്യൂഹത്തിൽ കയറിയ പോലെ കയറിയിട്ട് ഇറങ്ങാൻ അറിഞ്ഞൂടാ, കീറാൻ അറിയാം, പക്ഷെ കത്രിക എടുത്ത് തിരിച്ചത് വെക്കാൻ അറിഞ്ഞൂടാ. ഇങ്ങനത്തെ ഒത്തിരി പേരുണ്ട്. ഇതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അപാകതകളാണ്. ഇത്തരം വിദ്യാഭ്യാസം നിലനിർത്താനായിട്ട് ഇവർ ശ്രമിക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെയുള്ള കുറേ പേര് ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഈ കരുണാകരൻ മാസ്റ്ററോ എന്താ പറയുന്നത് അവരുടെയൊക്കെ ഇത്തരത്തിലുള്ള തിട്ടൂരങ്ങൾ വിജയിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇത്തരം സിദ്ധാന്തങ്ങൾ വിജയിക്കുകയുള്ളൂ. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.